ഞാനൊരു PR ആയിട്ട് പോലും അല്ല വർക്ക് ചെയ്യുന്നത്. കാരണം അതിന് മാത്രം വലിയ ഫണ്ടൊന്നും അനിമോൾ എനിക്ക് തന്നിട്ടില്ല. 16 ലക്ഷം അത്ര വലിയ ഫണ്ടല്ലേ? 16 ഒന്നും അല്ല. അത് അത് അതെങ്ങനെ വന്ന സ്റ്റോറിയാണ്. ഒരിക്കലും അത് 16 ലക്ഷം ഒന്നും ഇല്ല. വളരെ വളരെ ചെറിയ ഫണ്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഓക്കെ. ശരിക്കും ഈ ചെറിയ ഫണ്ടിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് പലവട്ടം ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് അനിമോള് പോകുന്നതിന് മുമ്പ് തന്ന ഒരു ഫണ്ട്, ബിക്കോസ് ഞാൻ അനിമോളിലെ എന്താ പറയുക, എനിക്ക് അനിമോളോട് സംസാരിച്ച് അവർക്ക് ഒരു വലിയൊരു സൈബർ അറ്റാക്ക് വരും. എനിക്ക് സായിനെ വിളിച്ചു ചോദിച്ചാൽ മനസ്സിലാവും. കാരണം സായിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സായി, നമുക്ക് ഈ സീസണിലെങ്കിലും നമുക്ക് സൈബർ അറ്റാക്ക്, കാരണം കഴിഞ്ഞ സീസണിൽ ജാസ്മിന് ഭയങ്കര സൈബർ അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ദിയേച്ചി ആയിരുന്നു ആ സമയത്ത് ജാസ്മിൻ്റെ, ദിയാസന എന്ന് ജാസ്മിൻ്റെ ഇത് ചെയ്യുന്നത്. ഞങ്ങൾ കളക്ടറാണ്. എല്ലാ പ്രാവശ്യവും ഇപ്പം ഞാൻ ജിൻഡോൻ്റെ ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ ദിയാസനയോട് സംസാരിക്കും. അപ്പോൾ ദിയ ചേച്ചി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ജിൻഡോനെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ ദിയ ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്യും, അത് വരാതിരിക്കാനോ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും. ഞാനും അതേപോലെ ദിയ ചേച്ചിനെ ഹെൽപ്പ് ചെയ്യും, ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാനും ബാക്കിയുള്ള കാര്യത്തിനും. ബിക്കോസ് ഞങ്ങളുടെ ആഗ്രഹം ജിൻഡോ ജാസ്മിനും കൂടി ടോം ആൻഡ് ജെറി കോംബോ ആവണമെന്നൊക്കെ ആയിരുന്നു. ദിയ ചേച്ചിക്കും അങ്ങനെ വലിയ ഇതൊന്നുമില്ല. അപ്പോൾ ഈവൻ നിങ്ങൾ ഓർമ്മയുണ്ടെന്ന് പറയാം, ഫിനാലേക്ക് ഞാൻ പോയിരുന്നു. ആ സമയത്ത് ഞാൻ, ജാസ്മിൻ്റെ ബാപ്പ, ഉമ്മ, ഞങ്ങളൊരു ഭയങ്കര സൗഹൃദത്തിൽ ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുത്തു. ആ ഫോട്ടോയിലടിയിൽ ഫുള്ള് തീത്തുവിളിയായി. മനസ്സിലായി? ബിക്കോസ് അവരെ നമ്മൾക്കറിയാം ഞാൻ അങ്ങനത്തെ ഒരു ഡീഗ്രേഡിങ് ചെയ്യുന്ന ആളല്ല എന്ന് പുള്ളിക്കാരിക്കും അറിയാം, ദിയേച്ചിക്ക് അറിയാം. കാരണം ജാസ്മിൻ ഒരു സമയത്ത് അത് വിശ്വസിച്ചിരുന്നു. ഞാൻ ചിലപ്പോൾ ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട്, പലരും വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിയ ചേച്ചി അവിടെ എന്നെ സപ്പോർട്ട് ചെയ്തു. അവൻ ഒരിക്കലും ചെയ്തിട്ടില്ല, ബിക്കോസ് അവനായിട്ട് ഞാൻ എല്ലാ ദിവസവും ടച്ചിലാണ്. അവൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡീഗ്രേഡിങ് കൊണ്ട് ഒരു കണ്ടസ്റ്റൻറ്റിനെ നമുക്ക് ദ്രോഹിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും വോട്ടായിട്ട് കൺവേർട്ട് ആവില്ല. അത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ കേരളം, എന്റെ റിട്ടയർമെന്റ്. പാലക്കാട്ടിലെ അനന്ത ലിവിങ്ങിനൊപ്പം.